Hi friends, Assalamualaikum. Welcome back to Thaslees kitchen. എല്ലാവർക്കും റമദാൻ കരീം. ഇന്ന് നമ്മൾ റമദാന്റെ വീഡിയോസ് ആയിട്ടാണ് വന്നത്. രണ്ട് റെസിപ്പിയും കാണിക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ ഫുൾ ആയി വാച്ച് ചെയ്യണം. നമുക്ക് വീഡിയോയിലോട്ടേക്ക് കടക്കാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അതുകൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. നമ്മൾ ഇന്ന് ഇറച്ചിപ്പത്തിലാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഫസ്റ്റ് നമുക്കൊരു ഫില്ലിങ് തയ്യാറാക്കണം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച നന്നായി ചോപ്പ് ചെയ്ത് വെച്ച ഓണിയൻ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് 3 ഓണിയനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഉള്ളി ഒന്ന് നന്നായി വഴന്ന് കിട്ടാൻ വേണ്ടി ആവശ്യമുള്ള സോൾട്ട് ഇട്ട് കൊടുക്കാം. ചെറുതായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതിലൊന്ന് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. നന്നായി വഴന്ന് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യമുള്ള പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ടർമറിക് പൗഡർ, ഒരു പിഞ്ച് ഗരം മസാല. ചിക്കൻ്റെ ഫില്ലിംഗ് ആണ് അത് തയ്യാറാക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഉപ്പും മഞ്ഞളും കുറച്ച് മുളക് പൊടി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും ഒരൽപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരൽപ്പം ഇതിലിട്ടൊന്ന് വേവിച്ചെടുത്തതാണ് ചിക്കൻ്റെ പീസ്. ഇനി ഇതിനെ നന്നായി പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരൽപ്പം മല്ലിയിലയും കൂടി ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചിക്കനെല്ലാം ഓൾറെഡി കുക്കായതുകൊണ്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. നമുക്കിപ്പോൾ സമൂസ ഉണ്ടാക്കാനുമല്ലോ ഈ ഫില്ലിങ് ഉപയോഗിക്കാൻ പറ്റും. ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഡോവ് റെഡിയാക്കി എടുക്കാം. ഇറച്ചിപ്പത്തലിന് വേണ്ടിയിട്ട് നമുക്കൊരു ഡോവ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് മൈദയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിട്ട് കൊടുക്കാം. ഞാനിവിടെ 4 കപ്പാണ് എടുത്തിട്ടുള്ളത്. 4 കപ്പ് മൈദ, ഇതിലേക്ക് ആവശ്യമുള്ള സോൾട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരൽപ്പം ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് കൈവച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ച് ഇതുപോലെ ചപ്പാത്തിനെയും കാട്ടി നന്നായി സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഇതുപോലെ നല്ല സോഫ്റ്റിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിനൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം.
നമുക്ക് ഇതിന്റെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് ആണ് ചിക്കന്റെ. വളരെ തിന്നായിട്ട് പരത്തിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകുക. നേരത്തെ ഇതുപോലെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഒരു വശത്തുനിന്ന് പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നത്. തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ചിക്കൻ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 ഓണിയൻ ചോപ്പ് ചെയ്തത്, 2 ടൊമാറ്റോ ചോപ്പ് ചെയ്തത്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ക്രഷ് ചെയ്തതാണ്. ആവശ്യമുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ കോണിൻ്റെ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത ഓണിയൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നേരത്തെ കഴുകി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരല്പം കൂടി ഉപ്പിട്ട് കൊടുക്കാം.
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്ത തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അതുകൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോസായി കാണുന്നവരെ ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.